പേര് ഹെൽപ്പ് ചെയ്തു, എത്ര രൂപ കിട്ടി, എന്തൊക്കെയാണ് പ്ലാൻസ്, കാര്യങ്ങൾ, അതിന്റെ ഡീറ്റെയിൽസ്, കാര്യങ്ങൾ ആയിട്ട് തോന്നുന്ന ഒരു ഡൗട്ടാണ് എന്തുകൊണ്ട് എന്റെ അക്കൗണ്ട് ആഡ് ചെയ്തു. ഈ അല്ലാണ്ട് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മൾ നല്ല സുഖമായിട്ടിരിക്കുന്നു. 2 ദിവസമായി കണ്ടിട്ടല്ലേ. അപ്പം പിറ്റേ ദിവസം തന്നെ വരാമെന്ന് പറഞ്ഞു പോയതാണ്, പക്ഷെ 2 ദിവസം എടുത്തു. പനി ഭയങ്കര കൂടുതലായിരുന്നു കേട്ടോ എല്ലാവർക്കും. അതുകൊണ്ട് ചിട്ടുവും ഞാനും മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ. എല്ലാവർക്കും ഹായ് പറഞ്ഞേ. എല്ലാവരെയും പുറത്തിറക്കി വിട്ടു കേട്ടോ, കാരണം കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ടുണ്ട് അല്ലേ മോനെ. അതുകൊണ്ട് ഞങ്ങൾ 2 പേര് മാത്രമാണ് സംസാരിക്കാൻ വന്നേക്കുന്നത് കേട്ടോ. എല്ലാവർക്കും ഹായ് പറഞ്ഞേ. അവിടെ ഉറങ്ങുന്ന ടൈമാണ് കേട്ടോ. ഫുഡൊക്കെ കഴിച്ചിട്ട് കൈതാ, എനിക്ക് കൈ വേണ്ട കണ്ട കൈതാ വാ. മസാജ് ചെയ്യണം, ഇങ്ങനെ മസാജ് ചെയ്തോണ്ടിരിക്കണം. അപ്പം ലച്ചു ആമി ഇവിടെ ഉണ്ടായിരുന്നു ഇത്ര നേരം. എല്ലാവരെയും ഇറക്കി കേട്ടോ, കുഞ്ചൂസിന് ഉൾപ്പെടെ അങ്ങോട്ട് വിട്ട്. കാരണം പിള്ളേരെ അടുത്തിരുന്നില്ല, അവൾമാർ വന്ന് കഥയെ തട്ടിക്കൊണ്ടിരിക്കും. ഇപ്പൊ തന്നെ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്നും സംസാരിക്കാനായിട്ട് സമ്മതിക്കത്തില്ല. അവർക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം. അതാണ് വ്യക്തി ഇവിടെ എന്നെ തോണ്ടിക്കൊണ്ട് തന്നെ ഇരിക്കും. അപ്പം വടി വെച്ച് ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കണം, അതാണ് അവർക്ക് ഇഷ്ടം കണ്ട. അപ്പം കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അമ്പിളി ചേച്ചിയുടെ വീടിനായിട്ട് ഞാൻ ഒരു സഹായം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എത്ര പേര് ഹെൽപ്പ് ചെയ്തു, എത്ര രൂപ കിട്ടി, എന്തൊക്കെയാണ് പ്ലാൻസ്, കാര്യങ്ങൾ, അതിൻ്റെ ഡീറ്റെയിൽസ്, കാര്യങ്ങൾ എല്ലാം ഈ വീഡിയോയ്ക്കകത്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ സത്യത്തിൽ ഞാൻ വിചാരിച്ചിരുന്നത് അടുത്ത മാസം 27-ാം തീയതി ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കറക്റ്റായിട്ട് എല്ലാ സ്റ്റേറ്റ് അന്ന് വരെയുള്ള എല്ലാം കറക്റ്റ് കാണിച്ച് വരവും ചെലവും എല്ലാം കാണിക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അത് ശരിയാവില്ല എന്ന് വിചാരിച്ചു. കാരണം 2 ദിവസത്തിനുള്ളിൽ തന്നെ കാണിച്ചേക്കാം ഇതുവരെ എത്ര കിട്ടി, എന്തൊക്കെയാണ് ചെയ്യാൻ പ്ലാൻസ് എന്നൊക്കെ ഒന്ന് പറഞ്ഞേക്കാം എന്ന് വിചാരിച്ചു. അത് വേറൊന്നും നല്ല കാര്യം, അതിൻ്റെ കാര്യം എന്താണെന്ന് ഞാൻ പറയാം. അപ്പം ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ ഒരു മാസത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ ഇട്ടത് 25-ാം തീയതിയാണ്. നമ്മൾ 25-ാം തീയതിയാണ് നമ്മൾ വീഡിയോ ഇട്ടത് കേട്ടോ. ഇന്ന് 28, അപ്പം 3 ദിവസമായിട്ടുണ്ട്. അപ്പം അത് അന്ന് തൊട്ടുള്ള, അതായത് അന്ന് തൊട്ടുള്ള ഡേറ്റിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് കാര്യങ്ങൾ നോക്കുന്നത്. എൻ്റെ പേഴ്സണൽ അക്കൗണ്ടാണ് ഞാൻ ഇട്ടിരുന്നത്. പിന്നെ ഒരു ഡൗട്ട് എല്ലാവർക്കും തോന്നുന്ന ഒരു ഡൗട്ടാണ്, കോമൺ ആയിട്ട് തോന്നുന്ന ഒരു ഡൗട്ടാണ് എന്തുകൊണ്ട് എൻ്റെ അക്കൗണ്ട് ആഡ് ചെയ്തു. അപ്പോൾ ഞാൻ ഇത് പേഴ്സണൽ എൻ്റെ ഉപയോഗത്തിന് വേണ്ടി പൈസ എടുക്കുമെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും, എല്ലാ മനുഷ്യർക്കും ചിന്ത വരുന്ന ഒരു കാര്യമാണ്. അപ്പം ഇന്ന് വരെ അങ്ങനെ ഒരാളുടെയും പൈസ വെച്ച് അങ്ങനെ ചെയ്യാൻ എനിക്ക് തോന്നത്തില്ല, ഒരിക്കലും അത് തോന്നത്തില്ല. നമ്മൾ എന്തോ അധ്വാനിക്കുന്നോ അത് വെച്ചിട്ട്. അല്ലെങ്കിൽ നമുക്ക് തുടങ്ങിയ സമയത്ത് ഇപ്പോൾ നമുക്ക് വീടില്ല, അല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ ആൾക്കാർ സഹായിക്കും, ഉറപ്പായിട്ട് സഹായിക്കും. അങ്ങനെ ഒരു സഹായം പറഞ്ഞ് ചെയ്യുവാണെങ്കിൽ നമ്മളെ സഹായിക്കാൻ ഒരുപാട് പേര് വരും. അപ്പം അങ്ങനെ ഒരു കാര്യം വേണ്ട. നമ്മളെ പണ്ട് തുടക്കത്തിൽ നമ്മളൊരു സഹതാപത്തിന് വേണ്ടിയിട്ടൊന്നും അല്ല. പണ്ട് എന്നാ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ യൂട്യൂബ് ചാനൽ എന്നാന്ന് പോലും അറിയത്തില്ലായിരുന്നു. അന്ന് നമ്മുടെ വീഡിയോ ഡെയിലി കണ്ടന്റ് ഇട്ട കൂട്ടത്തിൽ അന്ന് എൻ്റെ 50 രൂപ കേക്ക് മേടിക്കാനില്ല എന്ന് പറഞ്ഞ ഒരു സാഹചര്യത്തിൽ എനിക്ക് കേക്ക് മേടിക്കാനായിട്ട് ഇത്ര പേര് പൈസ ഇട്ട് തന്നിട്ടുണ്ടെന്ന് അറിയോ? ഒരുപാട് പേര് അന്ന് പൈസ ഇട്ട് തന്നിട്ടുണ്ട്. നിങ്ങൾ നമ്മുടെ ഓരോ കാര്യങ്ങൾ ആദ്യത്തെ ഒരു ക്രിസ്മസ് നമുക്ക് അന്ന് ആ മാസമാണ് നമുക്ക് അന്നത്തെ ആ മാസത്തെ പൈസ കിട്ടുന്നത്. അത് കിട്ടിയിട്ടില്ല. അപ്പൊ ക്രിസ്മസ് വന്നു. അന്ന് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അമ്മാമ്മ, എനിക്കിപ്പോൾ അമ്മാമ്മയെ ഓർമ്മയുണ്ട്, പേരൊന്നും പറഞ്ഞിട്ടില്ല, ഇന്ന് അമ്മാമ്മ എന്ന് വിളിച്ചാൽ മതി എന്നായിരുന്നു അന്ന് അമ്മാമ്മ പറഞ്ഞിരുന്നത്. അപ്പം അന്ന് ആ ക്രിസ്മസ് സെലിബ്രേഷൻ നമ്മുടെ യൂട്യൂബ് തുടങ്ങിയിട്ട് ഫസ്റ്റ് നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ നടത്താൻ വേണ്ടിയിട്ട് ആ ഒരു അമ്മ അന്ന് പൈസ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മുടെ ചെറിയ കാര്യങ്ങൾക്കൊക്കെ പൈസയൊക്കെ ഇങ്ങനെ ഇട്ട് തരും നമ്മളോടുള്ള സ്നേഹം കാരണം. പിന്നീട് അത് നമ്മൾ തന്നെ പറഞ്ഞു അങ്ങനെ വേണ്ട, അങ്ങനെ ഇടണ്ട, കാരണം നമുക്ക് ഇനി ഒരു ഏണിങ്സ് കാര്യങ്ങളുണ്ട്, അപ്പം നമുക്ക് അങ്ങനെ പുറത്തുനിന്ന് വേണ്ട എന്നത്. പിന്നെ നമുക്ക് അമ്മയുടെ ഒരു ഭയങ്കര ഒരു ക്രൂഷ്യൽ ഘട്ടം വന്നപ്പോഴാണ് നിങ്ങളുടെ അടുത്ത് ഒരു പ്രാവശ്യം നമ്മൾ ചോദിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. നിങ്ങളെല്ലാവരും സഹായിച്ചു. അത് നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു സമയത്ത് ഉപകാരപ്പെട്ടു. അപ്പം എന്താ അങ്ങനെ ഒരു സഹായം അല്ലെങ്കിൽ ഒരാൾക്ക് കിട്ടുന്ന സഹായം വെച്ചിട്ട് എനിക്ക് ഒന്നും നേടാനായിട്ടില്ല. ഇപ്പം ഞാനൊരു അതിൽ നിന്ന് ഒരു 10 രൂപ എടുത്ത് ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് നാളെ 20 രൂപ അത് വേറെ രീതിയിൽ പോകും. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. ദൈവം എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, ദൈവം ഉണ്ടല്ലോ. അപ്പം ഞാനിപ്പം അമ്പിളി ചേച്ചിക്ക് അതിൽ നിങ്ങൾ അയച്ചു തരുന്നതിനാന്ന് ഒരു 10 രൂപ എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് ഒന്നെങ്കിൽ ആശുപത്രിയിലായിരിക്കും 20 രൂപ എടുക്കേണ്ടത്, അല്ലെങ്കിൽ അത് 40, അതിന് ഇരട്ടിയായിട്ട് നമ്മൾ ഉറപ്പായിട്ടും കൊടുക്കേണ്ടതായത് വരും. അപ്പം ഈ ഒരു നിങ്ങളിട്ട പൈസയിൽ കറക്റ്റ് കണക്ക് എനിക്ക് കാണിക്കണം നിങ്ങളെടുത്ത്. കാരണം ഇതിനകത്ത് 1 രൂപ ഇട്ട ആൾക്കാരുണ്ട്, 10,000 ഇട്ട ആളുണ്ട്. ഏറ്റവും കൂടുതൽ ഇട്ടത് 10,000 കേട്ടോ. അപ്പോൾ 10,000 ഇട്ട ആളുണ്ട്, 1 രൂപ ഇട്ട ആളുണ്ട്. അപ്പോൾ അതിനകത്ത് 1 രൂപ അല്ലെ 50 പൈസ പോലും ഇട്ട ഒരാൾക്ക് എൻ്റെ പൈസ എങ്ങനെ ഉപയോഗിച്ചു, അതായത് അമ്പിളി ചേച്ചിയുടെ വീടിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു പൈസ അതെങ്ങനെ അപ്പോൾ ഉപയോഗിച്ചു എന്ന് അറിയേണ്ടത് എന്നെ സ്നേഹിക്കുന്നവരും അല്ലെങ്കിൽ ആ പൈസ ഇട്ടവരും, ഇപ്പോൾ ഇൻ കേസ് വിശ്വാസം ഇല്ലാത്തവർ പോലും ഇടാതിരിക്കുന്നവരൊക്കെ കാണുമായിരിക്കാം. കാരണം അവനത് വേറെ രീതി ഉപയോഗിക്കൂ എന്ന് വിചാരിച്ച് നമ്മളെ പേഴ്സണലി അറിയത്തില്ലാത്ത അല്ല എന്നെ അറിയത്തില്ലാത്തവർ ഇടാതെ ഇരുന്നിട്ടുണ്ടായിരിക്കാം. അപ്പം എനിക്ക് അവരെല്ലാവരും ബോധിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്.
ആ 1 രൂപ അല്ലെങ്കിൽ ആ ഇട്ട 1 രൂപ എന്തിനു വേണ്ടി ഉപയോഗിക്കാൻ പോകുന്നു അല്ലെങ്കിൽ എന്തിനു ഉപയോഗിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നത് 27-ാം തീയതി സ്റ്റേറ്റ്മെന്റ് ഫുൾ കംപ്ലീറ്റ് എടുക്കുക. ആ കൂട്ടത്തിൽ എന്തൊക്കെ മേടിക്കുന്നു, എന്തൊക്കെ കംപ്ലീറ്റ് ബില്ല് കാര്യങ്ങൾ എങ്ങനെ വരവ് ചെലവ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് കാണിക്കാം. ഒറ്റ വീഡിയോ ആയിട്ട് ഇടുവാണെങ്കിൽ അങ്ങനെ ഇടാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ കുറച്ചുകൂടെ നേരത്തെ എന്തൊക്കെ കിട്ടി, എന്തൊക്കെ ഉപയോഗിച്ചതെന്ന് പറയേണ്ട ഒരു സാഹചര്യം വന്നത് എന്നാന്ന് വെച്ചാൽ, നമുക്ക് അക്കൗണ്ടിൽ ആദ്യത്തെ ദിവസം കയറിയ എനിക്കൊന്ന് 22 സംതിങ് ആണ് അക്കൗണ്ടിൽ ആദ്യത്തെ ഒരു ദിവസം കയറിയത്. പിന്നെ ഇപ്പൊ ഇതുവരെ നിൽക്കുന്ന കംപ്ലീറ്റ് സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് ഏകദേശം 52 രൂപ അടുത്ത് കയറിയിട്ടുണ്ട്. അതിനകത്ത് 1 രൂപയായിട്ട് തൊട്ട് 10,000. 1 രൂപ ഒരു ചെറിയൊരു എമൗണ്ട് അല്ല. അവരുടെ ലൈഫിൽ നിന്ന് 1 രൂപ ആ ചേച്ചിയുടെ ആ ഒരു വീട് ഉണ്ടാക്കാൻ വേണ്ടി മാറ്റി കൊടുത്താണ്. അപ്പോൾ അതൊരു ചെറിയൊരു എമൗണ്ട് അല്ല. അതിനകത്ത് ഒരുപാട് സ്നേഹവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഒരു കരുതലാണ്. അത് 1 രൂപയ്ക്ക് അവിടെ 1 ലക്ഷം രൂപയുടെ വാല്യൂ ഉണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആ ഒരു സ്നേഹവും കരുതലും, അതായത് എൻ്റെ പെങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുന്ന ഒരു സ്നേഹം, അത് എനിക്കും അത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്നോടുള്ള ഒരു സ്നേഹമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് എല്ലാവരോടും ഒത്തിരി നന്ദി. 52,000 രൂപ ചെറിയൊരു എമൗണ്ട് അല്ല. പക്ഷെ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വാർക്ക തീർക്കാൻ വേണ്ടി ഈ ഒരു എമൗണ്ട് വെച്ച് ഒരിക്കലും സാധിക്കത്തില്ല. ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നല്ല, അത്യാവശ്യം കുറെ സിമെന്റും കമ്പിയൊക്കെ എടുക്കാൻ തികയുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ബാക്കി കാര്യങ്ങൾ, പണിക്കൂലി കാര്യങ്ങളൊന്നും നടക്കത്തില്ല. പിന്നെ പക്ഷെ ഇത് അവർക്ക് വലിയൊരു എമൗണ്ട് ആണ്. എനിക്കും വലിയ എമൗണ്ട് തന്നെയാണ്. കംപ്ലീറ്റ് നമ്മൾ ഉദ്ദേശിച്ച ഒരു പരിപാടി കംപ്ലീറ്റ് തീരുവല്ലെന്നാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. കാരണം ഒന്നും ആവത്തില്ലെന്നല്ല, അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ മേടിക്കാം. പക്ഷെ അവരുടെ കയ്യിൽ ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നടക്കത്തില്ല. ഏകദേശം 1,75 എസ്റ്റിമേറ്റ് ഇട്ടേക്കുന്നത് വാർക്കിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത് അത്രയും ആയിട്ടുള്ളൂ. 52,000 രൂപ ആയിട്ടുള്ളൂ. പിന്നെ ഇതിനകത്ത് ഈ സ്റ്റേറ്റ്മെന്റിനകത്ത് രണ്ടെണ്ണം എനിക്ക് ഒരു 6,000 ഒരു 5,850 വന്നേക്കുന്നത് പ്രൊമോഷൻ ചെയ്തു. ഒന്ന് എവർട്ടീൻ്റെ പ്രൊമോഷൻ ചെയ്തു. പിന്നെ HK വൈറ്റൽസ് അല്ല, അഗാരോടെ ഒരു എവർട്ടീൻ്റെയും ഒരു അഗാരോടെ പൈസ തന്നെ. ഞാൻ ജസ്റ്റ് അതിന്റെ റെസീറ്റ് ഞാൻ സൈഡ് ഇട്ടേക്കാം. അപ്പോൾ ഈ ഒരു സെഗ്മെന്റിനകത്ത് ക്രെഡിറ്റിന്റെ ഭാഗത്ത് ആ ഒരു 2 എമൗണ്ട് ഉൾപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ കൂട്ടല്ല, ആ കൂട്ടത്തിൽ അത് എനിക്ക് പ്രൊമോഷന്റെ ഭാഗമായിട്ട് വന്നേക്കുന്ന എമൗണ്ട് ആണ് കേട്ടോ. ബാക്കി പിന്നെ 25-ാം തീയതിയാണ് ഞാൻ വീഡിയോ ഇടുന്നത്. പക്ഷേ 25-ാം തീയതിക്ക് തലേ ദിവസം ലച്ചു വന്ന് കഥയെ കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്, അതാണ് കട്ടാക്കിയത്. അപ്പം 25-ാം തീയതിയാണ് നമ്മൾ വീഡിയോ ഇട്ടത്. 25-ാം തീയതിക്ക് തലേദിവസം 24-ാം തീയതി ഒരു ചേച്ചി കഴിഞ്ഞ ദിവസം, അതായത് നമ്മൾ ഇടുക്കി പോയപ്പോൾ നമ്മൾ ചേച്ചി വീടിന്റെ അവസ്ഥ അവിടുത്തെ ഭാഗം എല്ലാം കാണിച്ച് അന്ന് ചേച്ചി ആയിട്ട് കഴിഞ്ഞ ദിവസം മെസ്സേജ് ഇട്ടു. എൻ്റെ ഒരു വീഡിയോ പറയില്ലെന്ന് പറഞ്ഞാണ്. പക്ഷെ ആ ചേച്ചിയുടെ കാരണം കൊണ്ടാണ് നമ്മൾ പറഞ്ഞത്. ഇങ്ങനെ ഒരു ചേച്ചിയാണ് എനിക്ക് കൂടുതലായിട്ട്, ഞാൻ ചേച്ചി ഇങ്ങനെ പറയണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് പറ അപ്പൂസേ, കൂടുതലായിട്ട് ചേച്ചിയാണ് എന്നെ ഒന്നുകൂടെ ഫോഴ്സ് ചെയ്തത്. അപ്പം ചേച്ചി അതായത് ഈ വീഡിയോ ഇടുന്നതിന് മുമ്പായിട്ട്, അതായത് ഈ സഹായം ചോദിച്ച് വീഡിയോ ഇടുന്നത് നിങ്ങളെല്ലാം ഇട്ട് തുടങ്ങുന്നതിന് മുമ്പ് തലേ ദിവസം ഒരു 5,000 രൂപ ചേച്ചിയാണ് ആദ്യം കോൺട്രിബ്യൂട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ഭാഗം തൊട്ടിട്ടാണ് അന്ന് തൊട്ടുള്ള ഇതാണ് ഇട്ടേക്കുന്നത് കേട്ടോ. അതാണ് കറക്റ്റ് എമൗണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾ ആ വീഡിയോ ഇടുന്നതിന് തൊട്ട് മുമ്പത്തെ ദിവസം തൊട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തൊട്ടിട്ടുള്ളതാണ് നിങ്ങളെ കാണിക്കുന്ന കംപ്ലീറ്റ് ആയിട്ട്. 52,000 സംതിങ്, എത്ര കറക്റ്റ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഞാൻ എഴുതിയിട്ടേക്കാവേ. 52 സംതിങ് ആണ് വന്നേക്കുന്നത്. അപ്പം എൻ്റെ ഒരു മാസത്തെ, അതായത് 30 ദിവസത്തെ ആണ് ഞാൻ സ്റ്റേറ്റ്മെന്റ് എടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് അവസാനത്തെ ഗ്രാൻഡ് ടോട്ടൽ ഹൈഡ് ചെയ്തേക്കുന്നത്. കാരണം അതിനകത്ത് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഞങ്ങൾ കടയിലത്തെയും എൻ്റെയിലോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നതും എൻ്റെ ലോണിന്റെ പോകുന്നതും ലോണിന് വേണ്ടി എനിക്ക് ഇടുന്നതും വാടകയ്ക്ക് വേണ്ടി ഇടുന്നതും എല്ലാം അതിനകത്ത് ആ ടോട്ടലിനകത്ത് ഇൻക്ലൂഡ് ആയി പോകുന്നതുകൊണ്ട് മാത്രമാണ് അവസാനത്തെ അത് ഹൈഡ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. 52 സംതിങ് ആണ് നിങ്ങൾ ഇട്ട എമൗണ്ടിന്റെ ടോട്ടൽ. അതിനകത്ത് ടോട്ടൽ ഗ്രാൻഡ് ടോട്ടൽ വരുന്ന 30 ദിവസത്തെ എൻ്റെ കൂടെ, അതായത് 24-ാം തീയതിക്ക് മുമ്പുള്ള കാര്യങ്ങൾ എല്ലാം ഇൻക്ലൂഡ് ആവുന്നതുകൊണ്ടാണ് ആ ലാസ്റ്റത്തെ ഇത് ഹൈഡ് ആക്കി വെച്ചേക്കുന്നത്. അപ്പൊ അതൊന്നും വിചാരിക്കില്ല, അല്ലെങ്കിൽ അത് ഹൈഡ് ചെയ്ത് വെച്ചേക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കില്ല കേട്ടോ. കാരണം അത് എൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം അതിനകത്ത് കയറി വരുന്നതുകൊണ്ടാണ് അത് ഇടാത്തത്. നിങ്ങൾ ഇട്ടേക്കുന്ന ആ ക്രെഡിറ്റ്സിന്റെ ഭാഗമാണ് ഞാൻ ഹൈഡ് ചെയ്യാതിട്ടേക്കുന്നത്, നേരെ ഇട്ടേക്കുന്നത്. ഇപ്പോഴത്തെ ഹൈഡ് ചെയ്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് എൻ്റെ കാര്യങ്ങളൊക്കെ കയറി വരുന്നതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾ ഇട്ട എമൗണ്ട് കറക്റ്റായിട്ട് ഹൈഡ് ചെയ്യാതെ എങ്ങനെ ഇട്ടിട്ടുണ്ട്, അത് കംപ്ലീറ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എത്ര ഇട്ടെന്നും എല്ലാം കറക്റ്റ് കാര്യമായിട്ട് മനസ്സിലാവും.
എന്തിന് എൻ്റെ അക്കൗണ്ട് കൊടുത്തു, എൻ്റെ അക്കൗണ്ട് വഴി എന്തിന്, അല്ലെങ്കിൽ അവർക്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, എല്ലാവർക്കും അക്കൗണ്ട് ഉണ്ട്. ഈ കാലത്ത് എല്ലാവർക്കും അക്കൗണ്ട് ഉണ്ട്, ATMs ഉണ്ട്, എല്ലാം ഉണ്ട്, ATM കാർഡ്സ് ഉണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ എൻ്റെ അക്കൗണ്ട് എന്തിനു കൊടുത്തു എന്നൊരു ചോദ്യത്തിന് അത് ഞാൻ പറഞ്ഞില്ല, 2 ദിവസം നമ്മൾ ആലോചിച്ചിട്ടാണ് ഈ ഒരു തീരുമാനത്തിലോട്ട് എത്തിയത്. അപ്പം ഞങ്ങൾ ആദ്യത്തെ ഒരു എല്ലാം തീരുമാനിച്ചു വന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അവളും പറഞ്ഞു അവരുടെ അക്കൗണ്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ഇനി ഒന്നുകൂടെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് ഒരുപാട്, അതായത് ചെറിയ ചെറിയ ഫിനാൻസിൻ്റെ ഒക്കെ ലോൺസ് എടുത്തു വെച്ചിട്ടുണ്ട്, അല്ലാതെ ഒരുപാട് കടങ്ങൾ വേറെ ഉണ്ട്. അപ്പം നമ്മുടെ ഒരു അൾട്ടിമേറ്റ് ലക്ഷ്യം, എൻ്റെയും കുഞ്ചൂസിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരുടെയും ഒരു അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പൈസ കിട്ടാറുള്ള എല്ലാ ലക്ഷ്യം എന്ന് വെച്ചാൽ അവരെ ആ വീട് സേഫ് ആക്കുക, ബാക്കി കൺസ്ട്രക്ഷൻസ് കാര്യങ്ങൾ നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കടം വീട്ടാനായിട്ടാണ് പോകുന്നതെങ്കിൽ ആ കടം മാത്രമേ വീടത്തുള്ളൂ. അവർക്ക് അവിടെ ആ വീട് അങ്ങനെ തന്നെ കിടക്കത്തുള്ളൂ. പിന്നീട് അതൊരു പ്രോഗ്രസ് ഉണ്ടാവണം. ആ കടം വീട്ടിൽ കഴിഞ്ഞ് ഇനി അവർ ഒന്നേന്ന് ഉണ്ടാക്കി കുറേ വർഷം കഴിയും അത് ഇനിയൊന്ന് അതിൽ നിന്ന് ഇതായി വരാൻ വേണ്ടിയിട്ട്. അപ്പം അവരുടെ അക്കൗണ്ടിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ സ്മോൾ ഫിനാൻസ് കാര്യങ്ങളെല്ലാം വന്ന് അവരുടെ കയ്യിൽ നിന്ന് ഇത് മേടിച്ചുകൊണ്ട് പോകും. വരുന്നതൊന്നും അറിയത്ത് പോലുമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് കറക്റ്റായിട്ട് ഒരു കണക്ക് നിങ്ങളെ ബോധ്യപ്പെടുത്താനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം അവരുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെന്റ് എടുത്ത് തരിക. ഇപ്പം എനിക്കിപ്പോൾ എൻ്റെ ഫോണിൽ നിന്ന് എനിക്ക് ഡൗൺലോഡ് ചെയ്യാം, എൻ്റെ ഫെഡറൽ ബാങ്ക് ആയതുകൊണ്ട് എനിക്ക് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അവർക്ക് വേറെ ഗ്രാമീൺ ബാങ്ക് ഞാൻ തോന്നുന്നു എനിക്ക് അവർക്കുള്ളത്. അപ്പോൾ അതൊക്കെ പോയി ബാങ്കിൽ പോയിട്ട് സ്റ്റേറ്റ്മെന്റ് മേടിച്ചുകൊണ്ട് വന്ന് എനിക്ക് അയച്ചു തന്ന് അത് കറക്റ്റ് കാണിക്കലെല്ലാം പോസിബിൾ അല്ലാത്തൊരു കാര്യമാണ്. അവരുടെ ആ ഒരു സിറ്റുവേഷൻസ് കാര്യങ്ങൾ വെച്ചിട്ട് എനിക്ക് നിങ്ങളോട് കറക്റ്റ് കണക്ക് എത്തിക്കുക എന്നുള്ളത് ഇത്തിരി പാടാണ്. പിന്നെ എഴുതിയെല്ലാം കാണിച്ച് എല്ലാം കറക്റ്റ് എല്ലാവരിലോട്ടും ഒരു ഇതായിട്ട് എത്തിക്കാനായിട്ടും കറക്റ്റ് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് കണക്ക് കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിരിക്കണം. ഇപ്പം നിങ്ങൾ ഒരു രൂപ, ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ഒരു രൂപ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് എന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്ന് കറക്റ്റ് എനിക്ക് നിങ്ങളെ കാണിക്കണം. നിങ്ങൾ വിശ്വസിച്ചിട്ട ഒരു എമൗണ്ട് ആണ്, അത് കറക്റ്റായിട്ട് കാണിക്കണം എന്നുള്ളതുകൊണ്ടാണ് എൻ്റെ അക്കൗണ്ട് തന്നെ തന്നത്. പിന്നെ അതായത് ഇപ്പം എനിക്കൊന്ന് 1-2 പേരെ ചോദിച്ചിട്ടുള്ളൂ. പക്ഷെ എല്ലാവരുടെ ഉള്ളിൽ, ഇപ്പം ഞാനാണെങ്കിൽ പോലും ഒരാൾക്ക് പൈസ ഇടുമ്പോൾ എൻ്റെ ഉള്ളിൽ ചോദിക്കും, അവന് കൊടുക്കുവോ, മനസ്സിലായോ? വേറെ ആൾക്ക് വേണ്ടി അവർ ചോദിക്കുമ്പോൾ അവന് കൊടുക്കുവോ, വേറെ എന്തെങ്കിലും ഉപയോഗിക്കുമോ, എൻ്റെ ഉള്ളിലും ചോദ്യം വരും ഉറപ്പായിട്ടും. അത് ഒരാളുടെയും തെറ്റല്ല, മനസ്സിലായി? അത് എന്നെ ഇപ്പം ആർക്കാണെങ്കിലും ഒരു സംശയം ഉണ്ടാവുന്ന ഒരു കാര്യമാണ്, അവൻ ഉപയോഗിക്കുമോ, വേറെ രീതിയിൽ ഉപയോഗിക്കുമോ. പക്ഷെ എനിക്കറിയാം ഞാൻ ഉപയോഗിക്കത്തില്ലെന്ന്. പക്ഷെ പുറത്തുനിന്ന് കാണുന്ന ഒരാൾക്ക് ഇപ്പം ഞാനാണെങ്കിൽ പോലും അങ്ങനെ ചിന്തിക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും അങ്ങനെയാണ്. അപ്പം അതുകൊണ്ടാണ് എൻ്റെ അക്കൗണ്ട് കൊടുത്ത്. പിന്നെ നമുക്ക് പിറ്റേ ദിവസം തന്നെ അമ്പിളി ചേച്ചിയുടെ കടയിൽ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചോദിച്ചതിൻ്റെ പിറ്റേ ദിവസം തന്നെ അമ്പിളി ചേച്ചിയുടെ കടയിൽ വന്ന് ബാങ്കുകാർ പ്രശ്നം ഉണ്ടാക്കി. കട്ടപ്പനയുള്ള ഒരു സ്മോൾ ഫിനാൻസ് പേര് ഞാൻ പറയുന്നില്ല, അവർ ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തി. ഞാൻ അതായത് അമ്പിളി ചേച്ചിയുടെ ജോലി കളയുമെന്ന് പറഞ്ഞു. അമ്പിളി ചേച്ചി എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ ലക്ഷ്മോനുമായിട്ട് ആശുപത്രിയിലായിരുന്നു. അപ്പോൾ അമ്പിളി ചേച്ചി എന്നെ വിളിച്ചു. അപ്പോൾ ഇത്തിരി പൈസ അത്യാവശ്യമായിട്ട് വേണം, ഒരു വിഷയമാക്കി എന്നെ കടയിൽ നിന്ന് ഇറക്കി വിടും, തെറി പറഞ്ഞെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാൻ അവരെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, ഒരു ബാങ്കുകാർക്ക് തെറി വിളിക്കാനുള്ള അധികാരമുണ്ടോ എന്നൊക്കെ വ്യക്തമായിട്ട് ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ കാര്യങ്ങളെല്ലാം കുറച്ച് പറഞ്ഞു മാറ്റി നല്ല മര്യാദയ്ക്ക് എൻ്റെ അടുത്ത് സംസാരിച്ചു. അവർക്ക് മനസ്സിലായി ആരോ ആണ്, എന്തോ ആണ്, പ്രശ്നമാകും എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ഞാൻ തോന്നുന്നു സംസാരിച്ചു. അപ്പോൾ നമ്മൾ ഒരു 9,100 സംതിങ് രൂപ ഇട്ട് കൊടുത്തു. അപ്പോൾ അത് കൊടുത്തേക്കുന്നത് എൻ്റെ കയ്യിൽ നിന്നാണ് കൊടുത്തേക്കുന്നത്. അതായത് കയ്യിൽ നിന്ന് കൊടുത്തേക്കെന്ന് വെച്ചാൽ ഞാൻ കടമായിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതെനിക്ക് അവർ തിരിച്ചു തരും. അപ്പം അതായത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നിങ്ങളിട്ട ഈ ഒരു എമൗണ്ട് ആ ലോൺ എമൗണ്ടിലോട്ട് പോകലെന്ന് നമുക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവരുടെ അക്കൗണ്ട് കൊടുക്കാതിരുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം. കാരണം ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത് അവർ മസ്റ്റായിട്ടും അമ്പിളി ചേച്ചി, അളിയനും അവരെല്ലാവരും കൂടെ അടച്ചു തീർക്കേണ്ടി വരും. ഇപ്പം ഞാനാണെങ്കിലും മാസം 5 ലോൺസ് അടച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഞാനും കുഞ്ചൂസോട് 5 ലോൺ മാസം എല്ലാ 5-ാം തീയതി ആകുമ്പോഴത്തേക്കും 5 ലോണിൻ്റെ EMI കറക്റ്റായിട്ട് നമുക്ക് അടയ്ക്കണം. അത് അടയ്ക്കേണ്ടത് നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ടും അടച്ച് തീർക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം അവരും ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അവരത് അധ്വാനിച്ച് തീർക്കണം. നമുക്ക് ഈ ഒരു ഭാഗത്തിൻ്റെ, അതായത് അവരുടെ വീടിൻ്റെ ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ സഹായിച്ച് കോൺട്രിബ്യൂട്ട് ചെയ്ത പൈസയിൽ നിന്ന് ലോൺ അടയ്ക്കാൻ പറ്റത്തില്ല. എനിക്കതിനകത്ത് താല്പര്യമില്ല സത്യമായിട്ടും. കാരണം ഞാൻ ആഗ്രഹിച്ചിരിക്കുന്ന അവർ സേഫായിട്ട്, വലിയ മഴയാവുന്നതിന് ഇപ്പം, അല്ലെങ്കിൽ ഇപ്പം മഴയുടെ ഭയങ്കര നല്ല സീസണാണ് ഇടുക്കിയിൽ, ഇനിയിപ്പം മഴയായിരിക്കും. അപ്പോൾ അതിനിപ്പുറം കുഞ്ഞുങ്ങളെ 2 പേരെ മെയിനായിട്ട് എല്ലാവരും സേഫ് ആക്കി അതിനകത്ത് ആക്കാനായിട്ട് നമുക്ക് പറ്റണം. ഈ 52,000 രൂപയ്ക്ക് വെച്ചിട്ട് നമുക്ക് ഒന്നും അത്ര സേഫ് ആക്കാനായിട്ട് ഒന്നും നടക്കത്തില്ല. അത്യാവശ്യം വാർത്തൊന്നും നമുക്ക് അവരൊന്നും അതിനകത്തോട്ട് കയറ്റാൻ പറ്റുമായിരുന്നു, നല്ല കാര്യമായിരുന്നു. അതിന് 1.75 അടുത്ത് മൊത്തം അത്രയും വരണം. പക്ഷെ അത്രയും നമുക്കും അതിനുള്ള ഒരു നിവൃത്തിയല്ല, സാഹചര്യത്തിലല്ല വന്നേക്കുന്നത്. എനിക്കും എക്സാം കാര്യങ്ങളെല്ലാം വന്നു, വലിയ എമൗണ്ട് ഫീസ് അടയ്ക്കേണ്ട വന്നു. 2 സെമസ്റ്ററിന്റെ മുൻകൂട്ടി ഫീസ് കാര്യങ്ങളൊക്കെ അടയ്ക്കണം കേട്ടോ. അപ്പം അതായത് കോളേജിലെ പോലെ തന്നെ 1 വർഷം എല്ലായിടത്തും അങ്ങനെയാണല്ലോ, 1 വർഷത്തെ ഫീസ് മുൻകൂട്ടി അടച്ച് അങ്ങനെയാണ് എക്സാം. അപ്പോൾ എനിക്കും ഇവിടെ നിന്നൊന്നും അങ്ങനെ ഒരു സഹായത്തിനൊന്നും പറ്റുന്നില്ല. കാരണം നമുക്ക് എല്ലാ 5-ാം തീയതി ആകുമ്പോഴത്തേക്കും 5 ലോൺ എടുത്തുണ്ട്, മൊത്തം 5 ലോണുണ്ട് മൊത്തം.
പേഴ്സണൽ ലോണും കടയിൽ നിന്ന് എടുത്ത ചെറിയ ചെറിയ ലോണുകളും അതേപോലെ കടയിൽ ക്രെഡിറ്റ് എടുക്കുന്ന ഡ്രസ്സുകളും ഇതിൻ്റെ എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും നമുക്ക് കൈവിട്ട് പോകുന്ന സാഹചര്യങ്ങളാണ്. പക്ഷെ നമ്മളത് പോകും, നമ്മൾ മുന്നോട്ട് പോകും, അങ്ങനെയൊക്കെ നമുക്ക് അത് ഇതുണ്ട്. പക്ഷേ ഇവർക്കെന്ന് വെച്ചാൽ ഇവർ ഉണ്ടാക്കുന്നതിലും അധികമാണ് ചെറിയ ലോൺസ് കാര്യങ്ങളെല്ലാം എടുത്തു വെച്ചേക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇതിനകത്ത് ഈ അക്കൗണ്ടിൽ അവരുടെ അക്കൗണ്ടിലോട്ടായിരുന്നെങ്കിൽ അത് കംപ്ലീറ്റ് ആ വഴി പോയേനെ. അതുകൊണ്ടാണ് എൻ്റെ അക്കൗണ്ട് തന്നേക്കുന്നത് കേട്ടോ. അത് ഈ 2 കാര്യത്തിൻ്റെ മേളിലാണ് എൻ്റെ അക്കൗണ്ട് തന്നത്. കാരണം അവരുടെ വീട് പൂർത്തിയാക്കുക എന്നതാണ് എൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം. അതുകൊണ്ടാണ് എൻ്റെ അക്കൗണ്ട് തന്നേക്കുന്നത്. അപ്പം എൻ്റെ അക്കൗണ്ട് തന്നേക്കുന്നതിൻ്റെ അത് കറക്റ്റ് കണക്ക് ഇനിയിപ്പോൾ എന്ത് കയറിയാലും അടുത്ത ദിവസങ്ങളിലായിട്ട് അതിൻ്റെ ബാക്കി സ്റ്റേറ്റ്മെൻറ്റ് കാര്യങ്ങളായിട്ട് നിങ്ങളെ ഉറപ്പായിട്ടും കാണിച്ചിരിക്കും. പിന്നെ വരവ് ചെലവ് പണിത് കഴിയുമ്പോഴത്തേക്കും എത്ര രൂപയായെന്ന് കറക്റ്റ് കംപ്ലീറ്റ് നമ്മൾ എല്ലാവരുടെ അടുത്തൊന്നും റെസിപ്റ്റ് മേടിച്ചിട്ട് നിങ്ങളെ കറക്റ്റായിട്ട് ബോധ്യപ്പെടുത്തിയിരിക്കും. പിന്നെ അമ്പിളി ചേച്ചി, അളിയനും ഞാനും എല്ലാം നിങ്ങളുടെ അടുത്ത് ഒത്തിരി കടപ്പെട്ടിരിക്കും ജീവിതകാലം മൊത്തം. കാരണം അവർക്കൊരു വീടായി, അവർ ആ വീട്ടിൽ ജീവിതകാലം മൊത്തം ജീവിക്കാനുള്ളതാണ്. അത്രയും കാലം നമ്മുടെ വി ആർ ലവ് ഫാമിലിയിൽ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മിക്കും. ഞാൻ അതിന് വേണ്ടിയിട്ടൊരു കാര്യം ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ഒരു വീട് പോലെ വരച്ചിട്ട് എനിക്ക് അത്യാവശ്യം എല്ലാവരും പേരിട്ട് തന്നിട്ടില്ല. എല്ലാവരും എനിക്ക് മെസ്സേജ് ഇടണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വാട്സപ്പിൽ. പക്ഷേ എല്ലാവരും ഒന്നും ഇട്ടില്ല. പക്ഷേ ഇട്ടവർക്കെല്ലാം ഞാൻ മെസ്സേജ് റിപ്ലൈയും കൊടുത്ത് എല്ലാവരുടെയും പേര് സേവ് ചെയ്തിട്ടുണ്ട്. അമ്പിളി ചേച്ചി വീട് കൺസ്ട്രക്ഷൻ ഹെൽപ്പ് എന്ന് ഞാൻ പറഞ്ഞിട്ട് സേവ് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും പേര്. അപ്പോൾ എല്ലാവരുടെയും പേര് ഇങ്ങനെ വെച്ചിട്ട് എനിക്കൊരു ക്യാൻവാസ് പോലെ വരച്ച് എല്ലാവരുടെയും പേര് അതിൽ ഉൾപ്പെടുത്തി വരയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട്. അത് ഉടനെ ചെയ്യും, സമയം കിട്ടുന്നതനുസരിച്ച് ഞാൻ ചെയ്യും, അവരുടെ വീട്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ജീവിതകാലം മൊത്തം നിങ്ങളുടെ എല്ലാവരും അമ്പിളി ചേച്ചിയുടെ വീട്ടിലും ഉണ്ടാവും, നിങ്ങളുടെ എല്ലാവരുടെയും പേരുണ്ടാവും. ആ രീതിയിൽ ചെയ്യും ഉറപ്പായിട്ടും. അപ്പം ഇനി 1 രൂപ വെച്ചിട്ടാണെങ്കിൽ, കാരണം എനിക്ക് നമ്മുടെ വീഡിയോ 52,000 പേര് കണ്ടു. അതിനകത്ത് 100-150 പേര് ആണ് ചെറിയ എമൗണ്ട് ആണ് ഇട്ടിട്ടുള്ളത്. ബാക്കി എല്ലാവരും പ്രാർത്ഥിച്ചേക്കുമായിരിക്കാം. അപ്പം ചിലർക്ക് വിശ്വാസമില്ലാതെ ഒക്കെ ഇടാത്തൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതെയും ഒക്കെ ആയിരിക്കാം. പക്ഷേ ആർക്കെങ്കിലും ഒക്കെ സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോഴും നമ്മൾ ഫോഴ്സ്ഫുള്ളി പറയത്തില്ല. ഫോഴ്സ്ഫുള്ളി പറയാതെ തന്നെ ഇത്രയും എമൗണ്ട് 52,000 ഒരു ചെറിയ എമൗണ്ട് അല്ലല്ലോ ഒരിക്കലും. അപ്പം അമ്പിളി ചേച്ചിയൊക്കെ 10 മാസമൊക്കെ അധ്വാനിച്ചാലേ അത്രയും ഒരു എമൗണ്ട് ഉണ്ടാക്കാനായിട്ട്, കടയിൽ നിന്നാലേ ഉണ്ടാക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു ചെറിയൊരു എമൗണ്ട് അല്ല അത്. അത്ര ഒരു എമൗണ്ട് തന്ന് ഒരു ഫോഴ്സ്ഫുള്ളി പറയാതിരുന്നിട്ട് പോലും അത്രയും സഹായിച്ച എല്ലാവരുടെ അടുത്തും ഒത്തിരി 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 നന്ദി. അപ്പം നിങ്ങൾക്ക് ഇടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അമ്പിളി ചേച്ചി ഹെൽപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ ചെറിയ എമൗണ്ട് വെച്ചിട്ടുണ്ട്. 1 രൂപ ആണെങ്കിലും 1 രൂപ നിങ്ങളുടെ കയ്യിൽ എന്തുവാണോ ഉള്ളത് ആ ഒരു എമൗണ്ട്. എനിക്ക് അക്ഷയ എന്ന് പറയുന്ന ഒരു കൊച്ചുണ്ട്, അവള് തുടക്കം തൊട്ടേ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്ക് അവളാന്ന് അറിയത്തില്ലായിരുന്നു. എനിക്ക് മെസ്സേജ് ഇട്ടു, അല്ല കമന്റ് ചെയ്യാൻ കണ്ടു, എൻ്റെ കയ്യിൽ 14 രൂപ ഉള്ളായിരുന്നു, അപ്പോൾ ഞാനത് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പം എനിക്ക് അവൾ മെസ്സേജ് ഇട്ടു, ഇങ്ങനെ ചേട്ടായി എൻ്റെ കയ്യിൽ ഇത് ആകെ ഉള്ളായിരുന്നു. അപ്പം ഞാൻ പേര് നോക്കിയോ അക്ഷയം ചെയ്യാം മോനെ, എനിക്കിന്നെ അറിയാലോ. അപ്പം ഉള്ളത് പോലും, അതായത് കയ്യിൽ അത്രേ ഉള്ളൂ, അതുപോലും ഇടാനായിട്ട് തയ്യാറായ ആ മനസ്സിനൊക്കെ മുന്നിൽ ഒന്നുമല്ല, നമ്മൾ ആരും ഒന്നുമല്ല, റിയൽ ദൈവങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും. അതായത് 10,000 ഒക്കെ ഇട്ടവരൊക്കെ ഉണ്ട്. കാരണം അമ്പിളി ചേച്ചി സേഫ് ആക്കണം. എന്തോ നമ്മുടെ ആരെങ്കിലും ആണോ, അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലും ഒക്കെ ആയിട്ട് കണ്ട് ഇത്ര സ്നേഹിച്ച് അമ്പിളി ചേച്ചി നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ, അല്ലെങ്കിൽ എന്നെ നേരിട്ട് അറിയാവോ? പക്ഷേ നമ്മളെ മനസ്സിൽ സ്നേഹിച്ച് അവർക്കൊരു അമ്പിളി ചേച്ചിയൊക്കെ ഒരു വീടാവണമെന്ന് ആഗ്രഹിച്ച് ആ കുഞ്ഞുങ്ങളെ സേഫ് ആക്കണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ് ജീവിച്ചിരിക്കുന്ന ദൈവങ്ങൾ. അതിപ്പം ഒന്നും അല്ല കേട്ടോ. കാരണം ഇപ്പം ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയാലും പക്ഷെ ഇത്രയൊന്നും നമുക്ക് ചെയ്യാനായിട്ട് ഇപ്പം സാഹചര്യങ്ങളൊന്നും നടക്കാറില്ല. പക്ഷെ ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും അത്യാവശ്യത്തിന് മാറ്റി വെച്ചേക്കുന്ന എമൗണ്ടൊക്കെ ആയിരിക്കാം ഇട്ടൊക്കെ കൊടുത്തേക്കുന്നത്, അങ്ങനെയൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി എന്നും പ്രാർത്ഥിക്കാം, എന്നും ഓർമ്മിക്കാം. ആ ഒരു ക്യാൻവാസിൽ നിങ്ങളെയൊക്കെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാം കേട്ടോ. അത് ഞാനൊന്ന് വരച്ച് കംപ്ലീറ്റ് ചെയ്തോടെ തുടങ്ങിയിട്ടില്ല, അത് വരയ്ക്കണം, ഉടനെ തന്നെ വരയ്ക്കും. അപ്പോൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇട്ടേക്കാം. നിങ്ങൾക്ക് ഇടാൻ പറ്റാത്തവർ ഉണ്ടെങ്കിൽ 1 രൂപ വെച്ചിട്ടാണല്ലോ ഇടുക. അപ്പം 40,000 പേര് 1 രൂപ വെച്ചിട്ടാലും 40,000 രൂപ ആകത്തില്ലേ? അപ്പം അങ്ങനെ പറ്റുവാണെങ്കിലും ഒന്ന് നോക്കണം കേട്ടോ. വീഡിയോ കാണുന്നവർ ഇടാനായിട്ട് മാക്സിമം നോക്കണം. അപ്പം ഒത്തിരി സന്തോഷം. ഇനിയും ബാക്കി സ്റ്റേറ്റ്മെന്റ്സ്, ഇനി എന്ത് പൈസ വരുന്നോ അതിൻ്റെ എല്ലാ സ്റ്റേറ്റ്മെന്റ്സും കംപ്ലീറ്റ്ലി നമ്മൾ കാണിക്കും. പിന്നെ എനിക്ക് എക്സാം 13-ാം തീയതി നമ്മൾ ഇവിടുന്ന് ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് 15-ാം തീയതി ആകുമ്പോൾ ഞങ്ങൾ ഡൽഹി എത്തും, ഹരിയാനയിൽ അന്ന് തന്നെ വൈകിട്ടത്തേക്ക് എത്തും. പിന്നെ എക്സാം 15, 27
25, 26 ആകുമ്പോഴത്തേക്കും എൻ്റെ എക്സാം കഴിയും. തിരിച്ച് 27, 28 അല്ലെങ്കിൽ 27, 28 തീയതി ആയിരിക്കും ഞാൻ അമ്പിളി ചേച്ചി എടുത്തോട്ട് പോകുന്നത്. അപ്പോഴാണ് ബാക്കി കാര്യങ്ങളെല്ലാം. അത് നമുക്ക് അപ്പം 27, 28 വരെ ഉണ്ട് സമയം. അതിനുള്ളിൽ പൈസ ഇട്ടാലും മതി. അടുത്ത മാസം 27, 28 പറ്റുന്നവർ ചെറിയ എമൗണ്ട് വെച്ചിട്ടാണെങ്കിലും ഒന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നോക്കണം മാക്സിമം കേട്ടോ. അപ്പോൾ ചിട്ടുമണി നല്ല ഉറക്കമായി കേട്ടോ, കാണിച്ചു തരാവേ. എന്താ ഉറക്കമായി? ഉറക്കമൊന്നുമല്ല. ഓക്കെ, ഉറങ്ങിക്കോ. ഓക്കെ.